കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോകണ്ടേ? അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോവാം. ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണെന്ന് അറിയില്ല. വ്യത്യസ്തമായ വേഷങ്ങളും ഭാവങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആ ശ്രീലകത്ത് ഇങ്ങനെ എന്താ പറയുക കളിച്ചിരിക്കുകയാണ് ആളെ. അപ്പോൾ നമുക്ക് കാണാൻ പോകണം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്നിട്ട് മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് നമുക്കങ്ങനെ ആലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് വരാം. അതിനുശേഷം നമ്മൾ നേരെ അത്തിമര ഗണപതിയെ തൊഴാനായിട്ട് വരാം. അത്തിമര ഗണപതിയെ കണ്ട് തൊഴുത് നമ്മൾ നേരെ അവിടെ നിന്ന് ഇങ്ങനെ വരണു. ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ മുകളിലേക്ക് നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ കാണാം. അതിൻ്റെ നടുക്കായിട്ട് മഹാലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ആ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ വിഗ്രഹം കാണാം. ആ ഇരുന്നിരുന്ന ആ പീഠം കാണാം. അതേപോലെ കെടാവിളക്കും കാണാം. അതേപോലെ വലത്തേ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കി തൊഴാം. പിന്നീട് നമ്മൾ നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ന് അപൂർവമായ കാഴ്ചകൾ തന്നെയാണ് കാണുന്നത്. കാൽപാദങ്ങൾ കാണാണ്ട്, കാൽവളകൾ കാണാണ്ട്, അങ്ങനെ മുണ്ടൊക്കെ ഇങ്ങനെ ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്, പാവുണ്ട്. അതേപോലെ അരമണിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട്. അതിനപ്പുറം ഇന്നിപ്പോൾ ആൾ വിദ്വാനായിട്ടാണ്. ശാസ്ത്രീയ സംഗീതം പഠിപ്പിക്കുകയാണോ ചെല്ലുകയാണോ എന്നറിയില്ല. ഘടം വായിക്കുകയാണ്. അപ്പോൾ ഘടം എന്നുള്ള ആ ഉപകരണമായിട്ട് ശാസ്ത്രീയ സംഗീതം പഠിപ്പിക്കാതിരിക്കുകയെന്നാണ് തോന്നുന്നത്. ആ പൊന്നുണ്ണി അത്രയൊക്കെ നല്ല ഒരു ചെറിയ ഗൗരവമൊക്കെ ഉണ്ട്. പാടുന്ന ആ ഒരു കാഴ്ചയിലാണ്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. പിന്നെ പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. പീലി തിരുമുടി 2 കെട്ടിയിട്ടുണ്ട്. തിരുമുടിമാല വെളുത്ത പൂവും തുളസിയും തെച്ചിയും കൂടി ആയിട്ടുള്ള അതേപോലെ തന്നെ. അതേപോലെ ഉണ്ടമാല വലിയ തെച്ചി, തുളസി, വെളുത്ത പൂവ്, പിന്നെ ഒന്നിൽ താമരയുണ്ട്. അങ്ങനെ 2 ഉണ്ടമാലയും 2 തിരുമുടിമാലയും. പിന്നെ ഘടം വായിക്കുന്ന ആ ഒരു കാഴ്ച ശാസ്ത്രീയ സംഗീതം ആണ്. അപ്പോൾ എല്ലാവരും അതൊക്കെ അങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ. അവിടെ ഒക്കെ നിന്ന് തൊഴുത് കഴിഞ്ഞാൽ ശാസ്ത്രീയ സംഗീതം അഭ്യസിക്കുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ്. എല്ലാവർക്കും ആണ്, പക്ഷെ അവർക്ക് കൂടുതൽ ഗുണകരമായ രൂപവർണ്ണനയാണ്. അപ്പോൾ എല്ലാവരും കണ്ടോളൂ. നമ്മളിപ്പോൾ ആ സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന് എല്ലാവരും മനസ്സുകൊണ്ട് വിചാരിക്കുക. നേരെ വന്ന് സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. എല്ലാവരും കണ്ടോളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം, തിടപ്പള്ളി നോക്കി തൊഴാം. അതേപോലെ നേരെ ആലിലെ കണ്ണനെയും കണ്ട് തൊഴുത് സപ്തമാതാക്കളെ കണ്ട് തൊഴുത് ഗണപതിയുടെ അവിടേക്ക് വരിക. ഗണപതിയുടെ അവിടെ വരുമ്പോൾ എന്താ വെച്ചാൽ വലിയ തിരക്കൊന്നും അവിടെ ഇല്ല. ആദ്യം തന്നെ അതുകൊണ്ട് വലിയ തിരക്ക് കാണാനില്ല. പക്ഷേ ഇന്നും വളരെ മനോഹരമായിട്ടാണ് ഗണപതി ഇരിക്കുന്നത്. ആകെ ചുവന്ന പട്ടാണ്. ആകെ മൊത്തം ചുവന്ന ഇതിലാണ് ഇങ്ങനെ ഉദിച്ച് നിൽക്കുകയാണ്. അപ്പോൾ വളരെ മനോഹരമായ കാഴ്ച. കിരീടമൊക്കെ ചാർത്തിയിട്ടുണ്ട്. ആടയാഭരണങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ടാണ്. അപ്പോൾ എല്ലാവരും ഗണേശനെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവിയുടെ അടുത്തേക്ക് നോക്കുമ്പോൾ 2 ഫോട്ടോ കാണാം. അപ്പോൾ 2ലും ഉണ്ട് മാലകൾ. അപ്പോൾ സരസ്വതി ദേവീനെയും പ്രാർത്ഥിക്കാം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ടു തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. പിന്നെ അങ്ങനെ മേൽശാന്തി അവിടെ എത്തുമ്പോൾ ഇന്നിപ്പോൾ പഴയ മേൽശാന്തി കിരണാനന്ദോദിക്കനാണ്. അദ്ദേഹമാണ് ഇന്നിപ്പോൾ ഘടമൊക്കെ വരച്ച് ആയിട്ടുള്ള ശാസ്ത്രീയ സംഗീതജ്ഞനെ ഇന്ന് ശ്രീലകത്ത് കളഭത്തിലൂടെ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വളരെ മനോഹരമായ കാഴ്ച. അങ്ങനെ നമുക്ക് അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അതിന് ശേഷം ഗജേന്ദ്രഘോഷവും വാമനരൂപവും അതേപോലെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ അനന്തശായിയായ അനന്തപത്മനാഭൻ്റെ അടുത്ത് വരുമ്പോൾ അതിലേറെ തെരച്ച എന്ത് തെളിച്ചാന്നറിയോ? അതായത് മാലകൾ കൊണ്ടിങ്ങനെ കൂമ്പാരമായ മാതിരി എന്താ പറയുക, ചുവന്ന പൂവുണ്ട്,
പിന്നെ താമര ഉണ്ട്, ചെണ്ടുമല്ലി ഉണ്ട് എല്ലാവർക്കും. അതിലും ഉപരിയായിട്ട് 2 വലിയ മാല ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്, ഉണ്ടമാല. അതെങ്ങനെ വെച്ചാൽ വെളുത്ത മാല. അങ്ങനെ ആദ്യം കയറുന്ന വഴി വാതിലിൻ്റെ ഇതുപോലെ 2 വശത്തും ഇങ്ങനെ. അപ്പോൾ നല്ല രസമായിട്ട് മനോഹരമായിട്ടുള്ള കാഴ്ച. അപ്പോൾ അങ്ങനെ കണ്ട് തൊഴുത് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ടു തൊഴാം. അതൊക്കെ കണ്ടു തൊഴുത് കൃഷ്ണനെയും മുരുകനെയൊക്കെ കണ്ടു തൊഴുത് നേരെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. അവിടെ കുറച്ച് കുങ്കുമമുണ്ട്, ഒരു മാല ഉണ്ട്, വെറ്റിലമാല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് അവിടുന്ന് അങ്ങനെ വരുമ്പോൾ കാളിയമർദ്ദന രൂപവും അതേപോലെ രാധാകൃഷ്ണ വിഗ്രഹവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നെ അങ്ങനെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിച്ച് കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെയും കണ്ട് തൊഴുത് അവിടുന്ന് കിഴക്കോട്ട് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നീട് മണിക്കിണറും നൃത്താറയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ കുറൂരമ്മേനെയും നാരദരെയും മേൽപ്പത്തൂരിനെയൊക്കെ കണ്ട് വസുദേവരെയൊക്കെ കണ്ട് അങ്ങനെ വരുന്ന വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. അവിടുന്ന് പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് ഇടത്തരികത്തുകാവ് ഭഗവതിയെ കാണാനായിട്ട് ഇങ്ങനെ പോരാം. അവിടെയും വലിയ തിരക്കൊന്നുമില്ല. എന്നാൽ തിരക്കിങ്ങനെ ഇടയ്ക്ക് വരുന്നു ഇടയ്ക്ക് പോകണമെന്ന് മാതിരി. അവിടെയും ചെന്നാലേ അതിമനോഹരമായ കാഴ്ച കേട്ടോ. എന്ത് രസമാണെന്നറിയോ. ഇങ്ങനെ ഗോളകയാണ് ഒരു പകുതി ഭാഗം വരെ വെച്ചാലും ബാക്കി ആടയാഭരണങ്ങളും ഇങ്ങോട്ട് എത്ര സ്വർണ്ണ നെക്ലസ്സുകളാ ചിട്ടാ. നല്ല പച്ച നെക്ലസ്, നല്ല ചുവന്ന നെക്ലസ്, ആകെ സ്വർണ്ണാഭരണ ആയിട്ടാണ്, സർവാഭരണ വിഭൂഷിതമായിട്ട്. അതേമാതിരി താഴത്ത് മഞ്ഞ പട്ടാണ്, പട്ടുപാവാട. അടുത്ത് നല്ല രസം. ഇന്നലെ ഉച്ചരിഞ്ഞ സമയത്ത് ബാലസ്വരൂപത്തിലായിരുന്നു. അതും വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു. ഇന്നിപ്പോൾ അതേമാതിരിയൊക്കെ ആവും. പക്ഷേ ഇപ്പോൾ കാണാനുള്ളത് കുറച്ച് നല്ല ഗോളക ഇറക്കിയിട്ടുള്ള കാഴ്ചയാണ്. എന്നാലും അതിമനോഹരമായിട്ടുണ്ട്. ധാരാളം പൂക്കളുണ്ട്. അപ്പോൾ അമ്മയെ കണ്ട് തൊഴുതോളൂ, പ്രാർത്ഥിച്ചോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയ മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. എന്നിട്ടൊന്ന് പ്രദക്ഷിണം ചെയ്യുക. അങ്ങനെ നമ്മൾ വരുമ്പോൾ ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴാം. ആ ഘടം വായിക്കുന്ന ആ ശാസ്ത്രീയ സംഗീത വിദ്വാനെ ഒന്നുകൂടി പ്രണമിക്കാം. അതിനുശേഷം നമ്മൾ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോൾ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. മുഖത്ത് കളഭമൊന്നും അത്രയ്ക്കില്ല, ഓരോ ഭാഗങ്ങളേ ഉള്ളൂ. പിന്നെ 6-7 പൊട്ടുകളിങ്ങനെ, അതുമാത്രമാണ് സ്വർണ്ണത്തിൻ്റെ പൊട്ടുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ വലിയ സ്വർണ്ണത്തിൻ്റെ മാല ഉണ്ട്, പാവുകൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. മുകളിലൊരു ചുവന്ന അരപ്പെട്ടിയും കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുക. അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ പ്രാർത്ഥിച്ച് നമ്മൾ പ്രദക്ഷിണമായി വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കണ്ട് അതേപോലെ കൊടിമരത്തിൻ്റെ ഗരുഡധ്വജനെയും കണ്ട് നമ്മളങ്ങനെ അവിടുന്ന് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാൻ വരിക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ കാളിയമർദ്ദന രൂപിയെ കാണാം. പിന്നെ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമുള്ള നാരായണാലയത്തിൽ പോയിട്ട് അതൊന്ന് ദർശിച്ച് വരാം. എന്നിട്ട് വീണ്ടും നമ്മൾ ഭഗവതിയുടെ അവിടേക്കും അതേപോലെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് കിഴക്ക് വശത്ത് ഒന്നുകൂടി തൊഴുത് പിന്നെ തെക്ക് വശത്തേക്ക് വന്ന് അവിടുന്ന് കൂവളത്തെ ഒന്ന് പ്രദർശനം ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെ പ്രദർശനം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീ ദേവീനെയും ഒക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു. അതിമനോഹരമായ കാഴ്ചകളായിരുന്നു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടും. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ നമ്മളോട് പ്രത്യേകമായിട്ട് ഇനി പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ആതിര അനീഴം വിവാഹം നടക്കാൻ വേണ്ടി ആദിത്യ അത്തം പഠനത്തിന് വേണ്ടിയിട്ടാണ്.
നീതു ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, സുധീർ തൃക്കേട്ട അസുഖം മാറാൻ വേണ്ടിയിട്ട്, പിന്നീട് സന്ധ്യ നാരായണൻ, പിന്നെ സാരംഗ് സുബ്രഹ്മണ്യൻ, അങ്ങനെ അവരുടെയൊക്കെ അസുഖങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ്. പ്രവീൺ തിരുവോണം, മായ ഉത്രാടം, ശ്രീഹരി അശ്വതി ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ്. വിഷ്ണു കൃഷ്ണൻ മകം, കൃഷ്ണപ്രിയ ഉത്രട്ടാതി, ശ്രീല പൂരം, അതേപോലെ അംബുജാക്ഷിയമ്മ അവിട്ടം, അവർക്കും ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അതുപോലെ ഇന്നലത്തെ നമ്മൾ മുൻപും പ്രാർത്ഥിച്ചിരുന്നു. ഇന്നലത്തെ പ്രാർത്ഥന, അതായത് ഇന്നലെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആയിരുന്നു. അവരുടെ സർജറി കഴിഞ്ഞു. അവരതിന് നന്ദി പറയാൻ പറഞ്ഞിട്ടുണ്ട് ഗുരുവായൂരപ്പനോടും നമ്മളോടൊക്കെ. രണ്ടുപേരും സുഖമായിരിക്കണം. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം, ആ കടാക്ഷം എത്തട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹരേ കൃഷ്ണ.